നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് പശുപതിനാഥ് ടെമ്പിൾ. ബാഗ്മതി നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം നേപ്പാളിലെ പ്രസിദ്ധമായ ഒരു ശിവാലയമാണ്. എന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നതിന് കൃത്യമായ കണക്കില്ലെങ്കിലും ക്രിസ്തുവർഷം 400-ലാണ് ഇത് പണികഴിച്ചതെന്ന് കരുതുന്നു. പശുപതിനാഥ ഭാവത്തിലുള്ള ശിവനാണ് ഇവിടെ പ്രതിഷ്ഠ. പശുപതി എന്നാൽ ജീവികളുടെ സംരക്ഷകൻ എന്നാണ് അർത്ഥം. ഇപ്പോൾ കാണുന്ന പശുപതിനാഥ ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിൽ നേപ്പാൾ രാജാവായിരുന്ന ഭൂപേന്ദ്ര മല്ല പുനർനിർമ്മിച്ചതാണ്. കർണാടകത്തിൽ നിന്നുള്ള പട്ടബ്രാഹ്മണരാണ് ഇവിടത്തെ പൂജകളും കർമ്മങ്ങളും നടത്തിവരുന്നത്. ശ്രീ ശങ്കരൻ ആചാര്യനാണ് ഈ ചിട്ട കൊണ്ടുവന്നത്. സ്വർണത്തിൽ പൊതിഞ്ഞ മേൽക്കൂരയോടുകൂടിയ പഗോഡ ആകൃതിയിലുള്ള ഈ അമ്പലത്തിൽ 5 മുഖങ്ങളുള്ള ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഉള്ളത്. പ്രധാന ക്ഷേത്രത്തിന് പുറമെ 500-ലധികം കൊച്ചു കൊച്ചു പ്രതിഷ്ഠകളും സ്മാരകങ്ങളും ഈ വലിയ പശുപതിനാഥ ടെമ്പിളിനോട് ചേർന്ന് ഉണ്ട്. ശിവനും പാർവതിയും മാനുകളുടെ രൂപത്തിൽ കാഠ്മണ്ഡു താഴ്വരയിൽ സന്ദർശിച്ച സ്ഥലമാണ് പശുപതിനാഥ ക്ഷേത്രം എന്ന് കരുതുന്നു. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം ദർശിക്കുന്നവർക്ക് മരണശേഷം മൃഗജന്മം ഉണ്ടാകില്ലെന്നും മോക്ഷം ലഭിക്കുമെന്നും ഹിന്ദുക്കൾക്ക് വിശ്വാസമുണ്ട്. ക്ഷേത്രം പുലർച്ചെ 4 മണിക്ക് തുറക്കുകയും ഉച്ചയ്ക്ക് 12 മണിയോടെ ഉച്ചപൂജയ്ക്ക് ശേഷം 5 മണി വരെ അടച്ചിടുകയും ചെയ്യും. ഇവിടുത്തെ ആരതി വളരെ പ്രശസ്തമാണ്. ഈ അമ്പലത്തിലേക്ക് ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനം. ഈ അമ്പലത്തിനോട് ചേർന്നുള്ള ബാഗ്മതി നദിയുടെ ഒരു കരയിൽ ശവസംസ്കാരങ്ങൾ നടക്കാറുണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് പേർ ക്യൂ നിന്നിട്ടാണ് അമ്പലത്തിനകത്തേക്ക് കടക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ. പിന്നെ അതിന് ചുറ്റുവട്ടത്തായി രുദ്രാക്ഷങ്ങളും മറ്റും വിൽക്കുന്ന ധാരാളം കടകളും ഇതുപോലുള്ള സ്വാമിമാരെയും ഒക്കെ ധാരാളം കാണാൻ കഴിഞ്ഞു.